NH1, NH44, NH27, NH62, NH244 ഇവയൊക്കെ ഭാരതത്തിലെ ചില പ്രധാനപ്പെട്ട ഹൈവേകളാണ്. ഒരിക്കലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇവയ്ക്ക് ഈ പേരുകൾ അല്ലെങ്കിൽ ഈ നമ്പറുകൾ എങ്ങനെയാണ് വന്നതെന്ന്? അതായത് നമ്മുടെ രാജ്യത്ത് ഈസ്റ്റ് ടു വെസ്റ്റ് ദിശയിൽ പോകുന്ന എല്ലാ ഹൈവേകൾക്കും ഒറ്റ സംഖ്യകൾ, അതായത് ഓഡ് നമ്പേഴ്സ് ആണ് നൽകുന്നത്. കൂടാതെ ആ നമ്പറുകൾ നോർത്ത് ടു സൗത്ത് സംസ്ഥാനത്തിനനുസരിച്ചുള്ള ക്രമത്തിൽ, അതായത് അസെൻഡിങ് ഓർഡറിലാണ് അത് നൽകുന്നത്. അതായത് ഏറ്റവും നോർത്തിലുള്ള ഈസ്റ്റ് വെസ്റ്റ് ഹൈവേക്ക് ഏറ്റവും ചെറിയ നമ്പർ നൽകും. ഉദാഹരണത്തിന് NH1 നോർത്ത് ഇന്ത്യയിൽ ലഡാക്കിലെ ജമ്മു കാശ്മീരുമായി ഈസ്റ്റ് വെസ്റ്റ് ദിശയിൽ കണക്ട് ചെയ്യുന്നു. അതേസമയം NH85 കേരളത്തിലെ കൊച്ചിയിൽ നിന്നും തമിഴ്നാട്ടിലേക്ക് ബന്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ നോർത്ത് ടു സൗത്ത് ദിശയിൽ പോകുന്ന ഹൈവേകൾക്ക് ഇരട്ട സംഖ്യകൾ, അതായത് ഈവൻ നമ്പേഴ്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടാവുക. ഈസ്റ്റ് ടു വെസ്റ്റ് സ്ഥാനത്തിനനുസരിച്ച് ക്രമപ്പെടുത്തി അത് കൊടുത്തിരിക്കുന്നു. അതായത് ഏറ്റവും ഈസ്റ്റിലുള്ള നോർത്ത് സൗത്ത് ഹൈവേക്ക് ഏറ്റവും ചെറിയ നമ്പറും, ഉദാഹരണത്തിന് NH2 ഈസ്റ്റേൺ ഇന്ത്യയിൽ ആസാമിലെ ദിബ്രുഗഡ് മുതൽ മിസോറാമിലെ ടൂപ്പാങ് വരെ നോർത്ത് സൗത്ത് ദിശയിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു. അതേസമയം NH62 വെസ്റ്റ് ഇന്ത്യയിൽ പഞ്ചാബിലെ അബോഹർ മുതൽ രാജസ്ഥാനിലെ പിന്ദ്വാര വരെ ബന്ധിപ്പിച്ചിരിക്കും. ഇനി ഇതുപോലെ തന്നെ ചില ഹൈവേകൾക്ക് 3 ഡിജിറ്റ് നമ്പേഴ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഹൈവേകളെ സബ്സിഡറി ഹൈവേസ് എന്നാണ് വിളിക്കാറുള്ളത്. അതായത് NH244, NH144, NH344 ഇത് മൂന്നും NH44ന്റെ സബ്സിഡറി ഹൈവേസ് ആണ്. ഇവയുടെ ആദ്യ ഡിജിറ്റ് ഒറ്റയോ ഇരട്ടയോ ആണെന്ന് നോക്കിയാൽ അവ ഈസ്റ്റ് വെസ്റ്റ് ആണോ നോർത്ത് സൗത്ത് ആണോ എന്ന് മനസ്സിലാക്കാം. സോ ഇങ്ങനെയാണ് ഭാരതത്തിലെ നാഷണൽ ഹൈവേകളുടെ പേരുകൾ ഇടുന്നത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ ഡീറ്റെയിൽസ് ഷെയർ ചെയ്ത് കൊടുക്കുക.